കൂടുമ്പോഴത്തേക്ക് അത് സമഗ്രമായ എല്ലാ മേഖലകളെയും ബാധിക്കും. ഇന്ത്യയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകാൻ ഈ അമേരിക്കൻ എണ്ണ വാങ്ങിയാൽ, അമേരിക്കൻ എണ്ണ മാത്രം വാങ്ങിയാൽ നമുക്ക് പ്രശ്നമുണ്ടാകും. നമ്മൾ ഇറാനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, സൗദിയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ ഉള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എണ്ണ വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ കൂടെ പങ്കാളിയാക്കാമെന്നല്ലാണ്ട് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ കൃത്യമായി ഇന്ത്യ മറുപടി പറഞ്ഞിരിക്കുന്നു. ട്രംപ് പറയുന്ന അവകാശവാദം പോലെയല്ല, ഇന്ത്യ അങ്ങനെ സമ്പൂർണ്ണമായി റഷ്യൻ എണ്ണ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വിപണി വില നമുക്കനുകൂലമാണെങ്കിൽ നമ്മൾ എവിടെ നിന്നും എണ്ണ വാങ്ങാം. അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് റഷ്യൻ എണ്ണ ഞങ്ങൾ മേടിക്കാതിരിക്കാം, റഷ്യ തരുന്ന അത്രയും ഡിസ്കൗണ്ട് അല്ല അതിനേക്കാൾ കുറച്ച് ഡിസ്കൗണ്ട് നിങ്ങൾ തരുമോ എന്നൊരു ചോദ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. പരോക്ഷമായി ചോദിക്കുകയാണ്. ശരി, നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ എണ്ണ മേടിക്കരുത്, ഞങ്ങൾക്ക് എന്താ ഗുണം? ന്യായമായ ചോദ്യമല്ലേ? അതാണ് 148 കോടി ജനങ്ങളുടെ താല്പര്യമാണ് ഇന്ത്യക്ക് പ്രധാനമെന്ന് നമ്മുടെ മന്ത്രിമാർ പറയുന്നില്ല. ജയശങ്കർ അല്ല പറഞ്ഞത്, പ്രധാനമന്ത്രി അല്ല പറഞ്ഞത്. പറഞ്ഞിരിക്കുന്ന ആരാണ്? നമ്മുടെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. രൺധീർ ജയ്സ്വാളാണ് പറഞ്ഞത്. ഇതിന് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഈ ഭരണകൂടത്തിൻ്റെ അഭിപ്രായമാണ്, സർക്കാരിൻ്റെ അഭിപ്രായമല്ല. ഇനി നാളെ വേണമെങ്കിൽ ജയ്സ്വാൾ അങ്ങനെ പറഞ്ഞത് നമ്മളോട് ആലോചിക്കാനാണ്. അതായത് ഉദ്യോഗസ്ഥൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് വേണമെങ്കിൽ തിരുത്താം. പക്ഷേ ഇങ്ങനെ പറയുന്നത് കൃത്യമായും പെട്രോളിയം വകുപ്പിൻ്റെ മന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയൊക്കെ അറിവോടുകൂടിയായിരിക്കണം ജയ്സ്വാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് മുന്നിൽ നമ്മൾ വെക്കുന്ന ഒരു കണ്ടീഷനാണ്. ഞങ്ങളത് വാങ്ങും, ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും കുറഞ്ഞ വിലയാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എണ്ണ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവണമെന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. അവിടെയും ഇന്ത്യയുടെ കീഴടങ്ങലല്ല, ഇന്ത്യയുടെ വിലപേശലാണ് അവിടെ കാണുന്നത്. റഷ്യൻ എണ്ണ ഒഴിവാക്കണമെങ്കിൽ ഒന്നെങ്കിൽ റഷ്യ തരുന്ന നിരക്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ അമേരിക്കൻ എണ്ണ അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ കിട്ടുന്ന സംവിധാനം ഉണ്ടാവണമെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ട്രംപ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു എന്നാണ് പറയേണ്ടി വരുന്നത്.